അയ്യോ അയ്യോ, വയറ് കുറയാൻ വ്യായാമം ചെയ്തിട്ട് വ്യായാമം കുറയണേ, അല്ലാതെ വയറ് കുറയണേ. മൂട് പോയി. പത്രം വായിക്കാം, പത്രം വായിക്കാം. ഇത് പത്രമാണോ അതോ പരസ്യ നോട്ടീസാണോ? ഇതിൽ വാർത്ത ഏത് വഴി കണ്ടുപിടിക്കാം? ഒരു വാർത്ത എത്തി. ഗൂഗിൾ മാപ്പ് വീണ്ടും വഴി തെറ്റിച്ചു. ഇവനൊക്കെ എത്ര വഴി തെറ്റിയാലും പഠിക്കൂലേ? ഗൂഗിൾ മാപ്പ് നോക്കി ലോകസഞ്ചാരം നടത്തിയ യുവാവ് അവസാനം വൃദ്ധസദനത്തിലെത്തി. വൃദ്ധസദനത്തിൽ ഉണ്ടായിരുന്ന സ്വന്തം മാതാവ് വീടിന്റെ വഴി പറഞ്ഞു കൊടുത്ത് തിരിച്ചുവിട്ടു. സ്വന്തം തള്ളയെ കൊണ്ടൊന്ന് വൃദ്ധസദനത്തിൽ ഇട്ടില്ല, അവൻ ലോകം ചുറ്റാൻ നടക്കണ നാറി. വൈറലാവാൻ വേണ്ടി 14 മണിക്കൂർ മഴയത്ത് നിന്ന യുവാവ് വൈറൽ പനി പിടിച്ച് വൈറലാവാൻ പോയോ മിക്കാറും കുഴിയിലാവോന്നു. അവന്റെയൊക്കെ വൈറലാവാൻ വേണ്ടി അവന്റെ ഒരു വാർത്തയും കൊണ്ട്. ചായ, നല്ല ചായ കുടിക്കല്ലേ കിട്ടുമ്പോഴത്തേക്കും സ്റ്റോറി ഇടണ്ടേ? സ്റ്റോറി നോക്ക്, ചിരിക്കാം. ഞങ്ങൾ ചായ കുടിച്ചു, നിങ്ങളോ? നല്ല ക്യാപ്ഷനില് രാവിലെ തന്നെ ഫേസ്ബുക്കിൽ കയറുവാണോ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാതെ പിന്നെ ഫേസ്ബുക്കിൽ തുണി അലക്കി ഇടാൻ പറ്റുമോ ചേട്ടാ? തുടക്കം തന്നെ വെർബലില് പുഴുക്കുവാ. നീയേ ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിന് ഈ ചായയിൽ കുറച്ച് പഞ്ചസാര അപ്ലോഡ് ചെയ്തിരുന്ന ഇത് കുടിക്കാം. തെറ്റ് നിന്നിൽ നിന്നും എന്നിൽ നിന്നും സംഭവിക്കാം, പക്ഷേ ഒന്നോർക്കണം, ബന്ധം അത് നമ്മുടേതാണ്. ശിബുദിനം. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ട് ഈ ചായ ഇങ്ങനെ നിറച്ചു കൊണ്ടുവരരുത്. പകുതി ചായ എടുക്കണം, ഞാൻ പകുതി ചായല്ലേ കുടിക്കുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ചായ അടുക്കളയിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് ഷുഗർ ആഡ് ചെയ്ത് ചേട്ടന് ഷെയർ ചെയ്ത് തരാം. ലൈക്ക് ചെയ്യോ? വന്ന് വീട്ടിലും മലയാളം അല്ലാതെ മൊബൈൽ ഭാഷ ആയാല് നിന്നെ കൊണ്ടൊരു ജീവിക്കാൻ വയ്യല്ലോ. ഈ വീട്ടില് തിന്നാനും തുമ്മാനും പോലും വയ്യല്ലോ. അപ്പൊ നീ പോസ്റ്റ് ഇടുമല്ലോ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു മിനിറ്റ് നിന്നെ കൊണ്ട് ജീവിക്കാൻ വയ്യ. എന്താ രാവിലത്തെ കലിപ്പിന്റെ കാന്താരി? കലിപ്പന്റെ കാന്താരി ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെ രാവിലെ ഞാൻ യോഗാസനം ചെയ്തുകൊണ്ടിരുന്നപ്പോ നീ പിറകെ കൂടെ വന്നൊരു ഫോട്ടോ എടുത്തില്ലേ? എന്നിട്ട് നീ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തില്ലേ? അതിന്റെ ക്യാപ്ഷൻ എന്തായിരുന്നു? ചേട്ടന്റെ ആസനം കണ്ടോ? അയ്യോ, യോഗ എവിടെ പോയി? അതെന്താന്നറിയോ, നമ്മൾ ഈ ക്യാപ്ഷൻ കൊടുക്കുമ്പോഴേ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഇടാൻ പാടുള്ളൂ. നിന്റെ ഷോർട്ട് കാരണം അതിന്റെ കമന്റ് നല്ല നീളത്തിലായിരുന്നു. നിങ്ങൾ കേൾക്കണം, രാവിലെ ഞാൻ കുനിഞ്ഞിന്ന് യോഗാസനം ചെയ്തുകൊണ്ടിരുന്നപ്പോ പിറകെ കൂടെ വന്നൊരു ഫോട്ടോ എടുത്തു. എന്നിട്ട് അവള് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു, ചേട്ടന്റെ ആസനം കണ്ടു. ഒരു പരിചയമില്ലാത്തവന്മാരൊക്കെ മെസ്സേജ് ഒക്കെ ഓരോ കാര്യം പറഞ്ഞോണ്ട് എല്ലാത്തിനെയും ഞാൻ ബ്ലോക്ക് ചെയ്ത് എനിക്ക് ഇറങ്ങിയിടക്കാൻ അറിയാമോ? എന്തിനാ ഇങ്ങനെ കളിക്കണേ? എടി, നമ്മള് വല്ലപ്പോഴും ഒരിക്കലും ഒരു ഫോട്ടോ ഇടാം, അല്ലാണ്ട് നമ്മൾ കാട്ടിന്റെ ഇടയിലൊക്കെ പോയി മരിച്ചീനി പൊഴുത് കമ്പ് വെച്ച് തിന്നുന്നതും ഈ കാട്ടിലെ കുളത്തിലൊക്കെ പോയി കുളിക്കുന്നതും തുണി അലക്കുന്നതും പോലുള്ള ഫോട്ടോകൾ ഇട്ടത് നാട്ടുകാർ കളിയാക്ക് മോശമല്ലേ ഇതൊക്കെ? അതെ, എന്റെ ഈ ഫോണിന്റെ കവർ ഒന്ന് മാറ്റി തരുവോ? ഇത് കണ്ട 48 ദിവസം അതിന്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ട് ഒരു കോളാങ്ങാനും വരുന്നിടത്ത് ചെവിയിൽ വെച്ചിട്ട് തിരിച്ചെടുക്കുമ്പോ ഷേവ് ചെയ്യുന്ന പോലെ രോമം. ഇതും കൊണ്ട് ഞാൻ നടക്കുമ്പോ അവർക്ക് കവർ. നീ നിന്റെ കാര്യം വെച്ച് പോകങ്ങോട്ട്. കല്യാണം കഴിച്ചിട്ട് എത്ര ദിവസമായി, എന്നിട്ട് ഒരു കമന്റ്, ഒരു സ്നേഹത്തോടൊരു ലൈക്ക് നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ പോട്ടെ, കണ്ടന്റും ഇല്ല. എനിക്ക് കണ്ടന്റ് ഇല്ലെന്ന്? ഇല്ല, എനിക്ക് കണ്ടന്റ് ഇല്ല. ഇല്ല. രാവിലെ ബാഗും തൂക്കി 2 സ്കൂളിൽ പോയത് ആരെ കണ്ടന്റ്? എന്റെ കണ്ടന്റ് തന്നെയല്ലേ. മര്യാദക്ക് എന്റെ സ്വഭാവം മാറ്റാൻ ഞാൻ ഒരു എന്താ രാവിലത്തെ 2ാമത്തെ കലിപ്പ്. എന്റെ ഭഗവാനെ, ഈ പെണ്ണിനെ കണ്ട ഒരു രക്ഷയില്ല. ഒരു കാര്യം പറയട്ടെ, ചൂടാവല്ലോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോ ചൂടാവണം. എന്തിനാ? പറ, കാര്യം പറ. അതെ, ഞാൻ റീയൂണിയന് പോയില്ലേ, അപ്പൊ എന്റെ കൂടെ പഠിച്ച കുമാറില്ലേ, കുമാർ പറഞ്ഞേ അവന്റെ കൂടെ കൊളാബ് ചെയ്യാവോന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ ഫോണും കൊണ്ട് നീ വീട്ടിന് വെളിയിറങ്ങി എന്റെ സ്വഭാവം മാറും. നീ കേറിപ്പോ, രാധ നീ കേറിപ്പോ. ഞാൻ പോയിക്കോളാം. അതെ, റീച്ച് കിട്ടാൻ വേണ്ടിട്ട് വൈകുന്നേരം ബീച്ചിൽ പോവാം. കൊലപാതകത്തിന് ഞാൻ ജയിലിൽ പോയി കിടക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം. ഞാൻ പറഞ്ഞു തള്ളേ, എന്റെ കെട്ടിയോന്റെ കലിപ്പ് തീരുന്നില്ലല്ലോ. ഇങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യ ഒരു വീട്ടിൽ എങ്ങനെ ജീവിക്കും? ഒന്നുകിൽ ഞാൻ പോയി ആത്മഹത്യ, അല്ലെങ്കിൽ ഞാൻ അവളെ കൊന്ന് കൊലപാതകം. അഖിലിനെ വിളിച്ചോക്കാം, അവൻ എന്തെങ്കിലും ഇരണം കെട്ട തരം പറഞ്ഞു തരും. അവനെ കൊണ്ടേ പറ്റൂ.
കിഴങ്ങ് കൃഷ്ണൻ വിളിക്കണ്. അണ്ണാ എടാ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞേടാ ഇവിടെ കാരണം ജീവിക്കാൻ പോയടാ. അണ്ണാ സത്യം ഞാൻ അങ്ങോട്ട് പറയായിരിക്കായിരുന്നു. ഓ എന്തൊരു പെരപ്പെണ്ണാ നിങ്ങൾ ആ വൈഫ്. നീ മറ്റേ ആസനത്തിന്റെ കണ്ടായിരുന്നല്ലേ? രാവിലെ കണിയണ്ടിരുന്ന നന്മ അതായിരുന്നു ഇന്നത്തെ ദിവസം. ഇതിപ്പോ എന്ത് വഴി? നീ പറഞ്ഞ വഴി കൊള്ളാം, പക്ഷെ അവള് അത് വിഷയാക്കൂലേടാ. ഒന്നുമില്ല, തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല, പൊട്ടിച്ചേരി. അവള് വേറെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അല്ല ഇത് ഒരു കുഴപ്പമില്ലെന്ന് പൊട്ടിച്ചേച്ചിന് നിങ്ങൾ അത് കംപ്ലൈന്റ് നന്നാക്കാൻ കൊടുത്തെന്ന് പറ. എന്നിട്ട് ചോദിക്കുമ്പം കിട്ടിയില്ല എന്നങ്ങ് പറയാം. നിങ്ങൾ അണ്ണാച്ചി പൈസ ചോദിച്ചു വരുമ്പോ പറയൂലേ, അതുപോലെ പറഞ്ഞേ നാളെ എന്നങ്ങ് പറഞ്ഞാൽ മതി. മതിയാ? അത് മതി. ഏക്കല്ലേ? ഏക്കം എന്ന് പറഞ്ഞാൽ ഇതൊരു കാര്യം മനസ്സിലാക്കണം. ഈ മദ്യപാനം അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് മദ്യം കിട്ടാതെ വരുമ്പോ അവരത് നിർത്തൂലേ. പിന്നെ ഈ സിഗരറ്റ് പോലുള്ളവർക്ക് സിഗരറ്റ് കൊടുക്കാതിരിക്കുമ്പോ അവരത് നിർത്തൂലേ. അതുപോലെ തിരിഞ്ഞു പിരിഞ്ഞു നോക്കണ്ട. പൊട്ടിച്ചോ, താലിമാല പൊട്ടണേക്കാൾ നല്ലത് മൊബൈൽ പൊട്ടണതാണ്. സക്സസ് ആവൂലല്ലേ? ഉറപ്പായിട്ട് സക്സസ് ആവും. നിങ്ങളത് ചെയ്തോ, ഇത് ഉറപ്പായിരിക്കും. പിന്നെ വേറെ കാര്യം, ഇത് പൊട്ടിച്ചതിന് ശേഷം അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി വീട്ടിലെങ്ങാനും പൊക്കിയാൽ ഒരു കാരണവശാലും ഈ ഐഡിയ പറഞ്ഞെന്ന് ഞാനാണെന്ന് പറയരുത്. ഇതുപോലൊരു പെനപ്പ് വെള്ളുമുള്ള ഈ പഞ്ചായത്തിൽ ഓട്ടോ പിടിച്ച് വീട്ടിൽ വന്ന് എന്നെ അടിക്കും. പിന്നെ ഈ മൊബൈൽ പൊട്ടിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് അണ്ണന്റെ ആ വിഗും കൂടെ കത്തിച്ചേക്കണ്ട. ഇതുപോലൊരു കൂറ വിഗ് ഈ പഞ്ചായത്തിൽ ആരും വെച്ചിട്ടില്ല കേട്ടാ. ശരി നീ കളിച്ച് കേറുവാ. അവൻ പറഞ്ഞതങ്ങ് ചെയ്യാം അല്ലേ? രാധേ ഒന്നിങ്ങ് വന്നേ, ഒന്നങ്ങോട്ട് വാ, അനങ്ങി വാ, പറയട്ടെ. ഞാനതൊന്ന് പോസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് ഒരു ബോധോദയം ഉണ്ടായി. അയ്യോ, ബോധക്ഷയം ഉണ്ടായി? ബോധക്ഷയമല്ല, ബോധോദയം. നില്ല എന്റെ കെട്ടിയോന് ആദ്യമായിട്ട് ബോധോദയം വന്ന ദിവസം. ബോധോദയം എന്താണെന്നറിയാമോ? ഞാൻ പറയണമെന്ന് കേക്ക്. അതായത് നിന്നെ ഞാൻ ഈ വീട്ടിലിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു, നിന്റെ ആവശ്യങ്ങളൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല, നിന്റെ സന്തോഷം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ നിനക്കൊരു പരാതിയില്ലേ? പരാതിയല്ല, സത്യമാണല്ലേ? അത് മാറ്റാൻ ഞാൻ ഒരു മിനിറ്റ്. എന്റെ അമ്മയെ നമ്മൾ രാവിലെ ചായ കുടിച്ചപ്പോ ഒരു പോസ്റ്റ് ഇട്ടില്ലേ, അതിന് 487. നീ ഇത് പറയുന്നൊന്ന് കേൾക്കാവോ? എന്താ? അതിന് വേണ്ടിട്ടേ ഞാൻ നിന്നോട് ഒരു റീൽസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ എന്താ കേക്കണേ? ചെയ്യാം. നേരാണോ പറഞ്ഞത്? നേരാണ് പറഞ്ഞത്. അയ്യോ, നമുക്ക് ചെയ്യാം. റീൽസ് ചെയ്യാന്നാ ഞാനും പറഞ്ഞേ. വാ, ഒരു കാര്യം, ചേട്ടന്റെ ഫോണില് എന്റെ ഫോണ് PCR ആണ്. 18 TV. എന്റെ തന്നെ ചെയ്യാം. ഈ പാട്ടിടാമേ. ഏത് പാട്ട്? ഇതാണ്. ഇത് മറ്റല്ലേ ഒന്നാം കുന്നേ? അതാകുമ്പോ കിടക്കും. ഞാൻ ടൈമർ എടുത്തേ. അതില് 3 വരും. അപ്പൊ 3 വരും. 1 2 3. ഞാൻ ഇതന്നെ പാടും. നീ ചെയ്താ മതി. അയ്യോ, പൊട്ടി. ഞാനിപ്പോ കുറച്ചു നേരത്തെ കൂടെ പോസ്റ്റ് ചെയ്തതാ. അതെ, ഇങ്ങനെ കരയല്ലേ? അത് ഫോണല്ലാതെ നിന്റെ അച്ഛനെന്ന് പറഞ്ഞു. എന്റെ അച്ഛനെ പോലെ എനിക്ക് ഫോൺ. അപ്പൊ നിന്റെ അമ്മ നിന്റെ അച്ഛനെ EMI മേടിച്ചു. ഞാൻ എന്തോ ചെയ്യോ? അല്ല, സംഭവിച്ചോ? ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഫോട്ടോ എടുത്തത് അറിയോ? രാധേ, ഇത് മേടിക്കാനുള്ള ധനം മുടക്കിയത് ഞാനാണെന്ന് നീ മനസ്സിലാക്കണം രാധേ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. നീ എത്ര ഫോട്ടോ എടുത്താലും ആ ഫോട്ടോകളൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് നീ മനസ്സിലാക്കണം രാധേ. ഓഹോ, അപ്പൊ ഇത് മനഃപൂർവ്വം ഞാൻ വൈറലാവാൻ പാടില്ലല്ലേ? ഞാനൊരു സെലിബ്രിറ്റി ആവാൻ പാടില്ലല്ലേ? എന്റെ പെർഫോമൻസ് കണ്ട് വൈറലാനി എന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് വിളിക്കാൻ പാടില്ലല്ലേ? അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? ഒരു മിനിറ്റ്. കോമഡി മാസ്റ്റേഴ്സിനൊക്കെ ഇത്രയും ദാരിദ്ര്യം അല്ല ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം പൊട്ടിച്ചു? അല്ല, മനഃപൂർവ്വം തന്നെ ആണ്. മനഃപൂർവ്വം പൊട്ടിച്ച്
എവിടെ നിങ്ങളുടെ മൊബൈൽ? എന്റെ മൊബൈലാ. നിങ്ങളുടെ എന്റെ മൊബൈൽ. അവിടെ നിക്ക്. എന്റെ മൊബൈൽ. അവിടെ നിക്ക. ഇന്നത്തെ അന്റെ അവസ്ഥ എല്ലാം അവിടെ നിക്ക്. കസേര കളിച്ചിട്ട് ഒരുത്തനും തോപ്പിച്ചില്ല. പിന്നെയാണ് എനിക്ക് പൊട്ടിക്കണം. എനിക്ക് തന്റെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കണം. എന്നെ കൂടെ കൂടണ എന്റെ ഇതാടാ, ഞാനും കളിക്കാൻ കൂടാ. അച്ഛാ, എന്റെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ച ഈ ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത് അല്ല ബ്ലൂടൂത്ത് അല്ല, ബ്ലൂടൂത്ത്. അല്ലല്ല, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ രണ്ടും കൂടെ അല്ലേ കസേര കളി തുടങ്ങി. നിന്റെ അച്ഛൻ എപ്പോഴും വന്നത്? പോന്നത് ഞാനിപ്പോ വന്നപ്പോ നിങ്ങളുടെ കളി ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നല്ലേ? അയ്യോ, കളിച്ചതല്ല. പിന്നെ? എന്റെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചാ. അതെന്നാ പണിയാണ്? അതല്ല, തോണ്ട അത്. ഏത് അത് എത്ര അത് എത്ര ഇത് അച്ഛൻ വാങ്ങിച്ചു തന്നത്. എന്റെ ഏടാ, ഇതിന് എത്ര രൂപ മുടക്കുണ്ടെന്നറിയാവോ? ഇതിങ്ങനെ എറിഞ്ഞു പൊട്ടിക്കാനുള്ളതാ. പിള്ള കളിക്കുമ്പോ പിള്ള കളിക്കേണ്ട സാധനം എടുത്ത് വേണം കളിക്കാൻ. മനസ്സിലായില്ലേ? എന്താ ഇവിടെ സംഭവിച്ചേ? അച്ഛൻ അറിയാൻ പാടില്ല കേട്ടോ. ഞാനും എന്റെ ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എത്തി. ഞങ്ങളെ കുടുംബം ശിഥിലമാക്കാൻ പോകുന്ന ഒരു അതിഥി. അവനെ ഞാൻ എന്നേക്കുമായി വീണ്ടും എറിഞ്ഞു പൊട്ടി. അച്ഛാ, വെറും 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ക്രിമിനൽ. ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പോ ഇവിടുത്തെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടപ്പോ എന്റെ മോൻ വരുണിന്റെ ഫോൺ റിങ് എന്നാട്ടെ എനിക്ക് തോന്നിയത്. എടാ ജോർജ് കുട്ടി, എന്റെ മോൻ വരുണിനെ നീ എവിടെ കണ്ടാണോ ഒളിപ്പിച്ചു വെച്ചത്? എടാ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം, അല്ലാതെ അവരെയായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കല്. എന്റെ വരുൺ എവിടെയാടാ ജോർജ് കുട്ടി? ഇത് ഗ്യാപ്പ് കൂട്ടിയപ്പോ അങ്ങ് പൊളയുവാ. ഈ ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോ മോഹൻലാലി ഏങ്കിൽ എനിക്ക് പ്രഫേം ചെയ്യാം. അല്ല, ഞാൻ പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കണം. ഈ നിങ്ങളുടെ മകളെ ഇനി ഈ വീട്ടിൽ എനിക്ക് മനസ്സമാധാനം തരുന്നില്ല. രാവിലെ തൊട്ട് ഫേസ്ബുക്ക്, വാട്സപ്പ്, എന്തൊക്കെ സാധനത്തിൽ ഫോട്ടോ ഇട്ട് എനിക്ക് വെളിയിറങ്ങി ഇറക്കാൻ വയ്യാത്ത അവസ്ഥയാണ്, അറിയാവോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്നെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇൻബോക്സ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കും. അതെങ്ങനെ ഇറൈസ് ചെയ്യടോ. ഇറേസ് ചെയ്യാനാ? അതെ. നിന്റെ ഈ പ്രശ്നമുണ്ട്. നിന്റെ കയ്യിലും പ്രശ്നം. എന്ത് പ്രശ്നം? ഇത് ആദ്യം മനസ്സിലാക്കേണ്ട, ഫോൺ എന്ന് പറഞ്ഞത് അതിന് അതിന്റേതായ മാന്യത കൊടുക്കണം. എടാ, ഒരു കുടുംബം നശിപ്പിക്കാൻ ഈ ഫോൺ മതി. മതിയോ? മനസ്സിലായില്ലേ? അന്തരാത്മാവിന്റെ ഉൽപ്പത്തിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന മസ്തിഷ്കത്തിന്റെ വിസ്ഫോടനമാണ് ഈ ഫോൺ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇതിനെ കൂടുതൽ സ്നേഹിക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? അല്ല, ഇതിനു മുമ്പ് എന്തോ ഒരു സാധനം പറഞ്ഞല്ലോ, അതെന്തോന്ന്? അത് നിർവീര്യമാക്കുന്ന വിസ്ഫോടനത്തിന്റെ വിപ്ലവാത്മകമായ പ്രഫുല്ലതയിൽ നിന്നുണ്ടാകുന്ന വിസ്ഫോടനം. അതെന്തോ സംഭവം? അത് ഈ താത്വികമായ പ്രായം ചെന്ന അപ്പച്ചന്മാർക്ക് പറയാനായിട്ട് ഗവൺമെന്റ് തന്നെ അനുവദിച്ചു കൊടുത്തേക്കുന്ന ഒരു സ്വാതന്ത്ര്യം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ, വർഷം ഇത്രയായില്ലേ, ഇങ്ങനെ അടിച്ചും കളിച്ചും ജീവിക്കരുത്. സ്നേഹത്തോടെ രണ്ടുപേരും കൈ കൊടുക്കടാ. എന്നിട്ടൊന്ന് ചിരിച്ച് സ്നേഹത്തോടെ ഒന്നുകൂടെ കൈ പെട്ടെന്ന് ദീർഘ പിടിക്കാതെ. നിന്റെ മുഖത്ത് ഇപ്പോഴും അതിന്റെ വൈരാഗ്യം കിടക്കുക. ഇങ്ങനെ കൈ പിടിക്കടാ. ഇങ്ങനെ കൈ പിടിച്ച് സ്നേഹത്തോടെ എന്നിട്ട് പിന്നെ കളഞ്ഞു. ഇതിങ്ങനെ അങ്ങ് പിടിക്ക്. മുണ്ടൊക്കെ താത്തിയിട്ട് മാന്യമായിട്ട് തിരിച്ചോണ്ട്. അല്ല, ഈ നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കണമെന്ന് അമ്മാവൻ എത്ര ആക്രാന്തം എന്താ? എടാ, ഈ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാല് 100-150 ലൈക്ക് എനിക്ക് കിട്ടത്തില്ല. അപ്പൊ അമ്മാവൻ നിങ്ങളും ഫേസ്ബുക്കാ? നിങ്ങൾ അതിനാണ് ഇങ്ങോട്ട് വന്നത്? എടാ, ഞാൻ അതിനല്ല ഇങ്ങോട്ട് വന്നത്. ഇവളെ കൂട്ടി ഒരു റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോകം മൊത്തം വൈറലാകത്തില്ലേ? അപ്പൊ ഇത് പ്രൊഡക്റ്റിന്റെ കുഴപ്പമല്ല, കമ്പനിയുടെ കുഴപ്പമാണ്. മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ്. അയ്യോ, ഒരു മിനിറ്റ് അച്ഛൻ ഫോൺ തന്നെ. ഒന്നുകൂടെ പറഞ്ഞേ. മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ്. എന്റെ കെട്ടിയോൻ ആദ്യമായി ഒരു ക്ലൈമാക്സ് പറഞ്ഞേ. അയ്യോ, സൂപ്പർ.